തെറ്റിലേക്ക് കൊണ്ടുപോകുക, ശൈത്താൻ കൊണ്ടുപോകാനുള്ള ഓരോ മാർഗങ്ങളാണ് സഹോദരങ്ങൾ. ഇതൊക്കെ ശരിക്കും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പ്രയാസപ്പെടും. നമ്മളെ വേഷം എന്താ ഈ സിനിമ കണ്ടാണ്ടാകണം മോശം, ഞാനത് അങ്ങനെ പറയല്ല. ഇസ്ലാമികമായ സംസ്കാരം ശരിക്കും നമ്മളിൽ നിന്ന് അകന്നു പോകും. പോയിട്ടില്ലേ? ഞാൻ 1-2 ഉദാഹരണങ്ങൾ മാത്രം പറയാം. ഇതൊക്കെ കണ്ട് ഇതിലൂടെ നമ്മൾ ലയിച്ചു പോയപ്പോൾ അത് അങ്ങനെ തന്നെ നമ്മൾ സ്വീകരിച്ചു. പ്രവാചകന്റെ വചനങ്ങൾക്കും ഇസ്ലാമിന്റെ നിയമങ്ങൾക്കും ഇന്ന് പ്രത്യേകിച്ച് ക്യാമ്പസുകളിലൊന്നും ഒരു വിലയും നിലയില്ല. ഞാനത് പറയുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാം എന്ന് ഒരുപക്ഷെ നിങ്ങൾ അപരിചിതത്തോടു കൂടി കാണും. അത് റസൂലുള്ള പറഞ്ഞതാ. ഖിയാമത്ത് നാളാവുമ്പോൾ ഇസ്ലാം അപരിചിതമാകും. പറഞ്ഞാൽ അങ്ങനെയാണെന്ന് സംശയിക്കുന്ന രൂപത്തിൽ വരും. നമ്മളെ വേഷത്തിൽ കാര്യമായ മാറ്റം വന്നില്ലേ? റസൂലുള്ള പറഞ്ഞതാണ്, സ്ത്രീ പുരുഷന്റെ വേഷവും പുരുഷൻ സ്ത്രീന്റെ വേഷവും ധരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ആളുകളെ ശപിച്ചു എന്നാണ് പറഞ്ഞത്. റസൂലുള്ള പറഞ്ഞു നോക്കി നിങ്ങൾ, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. അർറജുല യൽബിസു ലിബ്സതൽ മർഅ, ഒരു പുരുഷനെ ആരെ പിന്നെ സ്ത്രീയുടെ വേഷം ധരിക്കുന്ന, അൽ മർഅതു തൽബിസു ലിബ്സതൽ റജുൽ, അതുപോലെ തന്നെ പുരുഷ വേഷം ധരിക്കുന്ന സ്ത്രീയെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. ഇന്ന് വേഷത്തിൽ വല്ല വ്യത്യാസമുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും പലതിന്റെ പേരിൽ ഇതുപോലെയുള്ള വേഷവിധാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഇതിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും, റസൂലുള്ള പറഞ്ഞു മുടി പറത്തി ജീവിക്കുക. ചില ആളുകൾ മുടി വെട്ടാതെ അതിങ്ങനെ പറത്തി നടക്കുന്ന ആളുകളുണ്ട്, ഒരു ഫാഷനായിട്ട്. അതൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അവരെ പറ്റി റസൂലുള്ള പറഞ്ഞത് എന്താ? മുടി പറത്തി വരുന്നവൻ അതാ പിശാചിനെ പോലെയുള്ളവനാണ് എന്നാ. അത്ര ആളുകൾ, നമ്മളെ മുസ്ലിം ആളുകൾ തന്നെ. ഒരു പ്രാവശ്യം ഒരു സഹോദരനെ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വളയുണ്ട്, മുടി ആകെ പറത്തിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഏതോ ഒരു വിഭാഗമായിരിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അയാൾ കയറി വന്ന് നമ്മോട് സലാം പറഞ്ഞു. സലാം പറഞ്ഞപ്പോൾ പെട്ടെന്ന് നെഞ്ചിടിച്ചു പോയി. ഇവൻ മുസ്ലിമാണ്, കണ്ടാൽ തോന്നൂല. ആ രൂപത്തിലേക്ക് മുസ്ലിം കുട്ടികൾ, വിദ്യാർത്ഥികളായി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ക്രോപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ റസൂലുള്ള. എന്താ ക്രോപ്പ് ചെയ്യുക? മുടി പകുതി ഇങ്ങനെ വെട്ടിയിട്ട് പകുതി നിർത്തുന്ന സ്വഭാവം ഇന്ന് വ്യാപകമല്ലേ? ഈ ഇതിലൂടെ കാണുന്നത് അങ്ങനെ അനുകരിക്കുകയാണ്. റസൂലുള്ള പറഞ്ഞത് എന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഈ ക്രോപ്പ് എന്ന് തന്നെ പറഞ്ഞു. സ്വബിയൻ, ഒരു കുട്ടിയെ റസൂലുള്ള കണ്ടു. അവൻ മുടിയിൽ നിന്ന് അല്പം എടുത്തിട്ടുണ്ട്, അല്പം അവൻ ഒഴിവാക്കിയിടുകയും ചെയ്തിട്ടുണ്ട്. ഫനഹാഹും, റസൂലുള്ളാഹി നിരോധിച്ചു. അൻദാലിക വഖാല അഹ്ലിഖൂഹു കുല്ലുഹു ഔ ഉത്റുകൂഹു കുല്ലഹു, ഒന്നുകിൽ നീ അത് ഒരുപോലെ എടുക്ക മുടി, അല്ലെങ്കിൽ ഒരുപോലെ ഒഴിവാക്കുക, അല്ലാതെ പകുതി എടുത്ത് പകുതി നിർത്തുന്ന സ്വഭാവം പാടില്ല. അത് നിരോധിച്ചു. പക്ഷെ ഇതായിരിക്കും അറിയോ? ഇന്ന് അതിൻ്റെ പിന്നാലെ നമ്മൾ മുടി വെട്ടുന്നത് അങ്ങനെയാണ് പല ആളുകളും, അല്ലേ? ഞാൻ അങ്ങനെ ആളുകളെ അറിവില്ലാത്തതിൻ്റെ പേരിൽ ചെയ്ത ആളുകൾ ആക്ഷേപിക്കല്ല. നമ്മൾ അറിയാതെ നമ്മുടെ സംസ്കാരം മാറിപ്പോകുന്ന രീതികളാണ്. അതുപോലെ തന്നെ റസൂലുള്ള പറഞ്ഞ വേറെ നോക്കൂ നിങ്ങൾ, പെൺകുട്ടികൾ വളരെ ഗൗരവത്തിൽ ഈ വാചകം, റസൂലുള്ളാഹിന്റെ വാചകം ഗൗരവത്തിൽ എടുക്കണം. അല്ലാഹു ശപിച്ചിരിക്കുന്നു വൽ വാശിമാതി, പച്ച കുത്തുന്നവരെ, വൽ മുസ്തൗശിമാതി, അതാവശ്യപ്പെടുന്നവരെയും, വൽ മുതനമ്മിസ്വാതി, പുരികം പറിക്കുന്നവരെയും. എന്ത് പുരികം പറിക്കുക? അത് അവരെ അള്ളാന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. വൽ മുതഫല്ലിജാതി, വൽ മുതഫല്ലിജാതി ലിൽ ഹുസ്നി, ഭംഗിക്ക് വേണ്ടി പല്ല് കൂർപ്പിക്കുക, പല്ല് രാഗി രാഗി കൂർപ്പിക്കുക. ഇന്ന് ബ്യൂട്ടീഷ്യൻ പാർലറുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ? കോളേജിലെ വിദ്യാർത്ഥികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം കുട്ടികൾക്ക് അറിയില്ല, ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പാടില്ലെന്ന് അറിയില്ല. അതാണ് ഈ പ്രോഫ് കോണിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന വിവരം. ഇത് വേറെ ഒന്നും കിട്ടൂല. പ്രവാചകന്റെ അധ്യാപകനെ അന്യം നിന്ന് പോയി. ഈ സിനിമാശാലകളിൽ നിന്നും പാശ്ചാത്യ സംസ്കാരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിശ്വാസമാണ്, ആചാരമാണ് ഇന്ന് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന കുട്ടികൾ പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുപാട് മാറിപ്പോയി. അതെ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുമെന്നതാണ്. അതുപോലെ തന്നെ ഈ ഗാനമേളകളിലൂടെയും പരിപാടി, നമ്മുടെ ആർട്സ് ഡേയും അതുപോലെ തന്നെ നാട്ടിൽ നടക്കുന്ന ക്ലബ്ബുകളും വാർഷികങ്ങളും, ഇതിലൂടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അസാൻമാർഗികമായ കാര്യങ്ങൾ പെരുകുന്നുവെന്നല്ലാതെ. ഒരു ഗാനമേള ഒരു സ്ഥലത്ത് നടന്നാൽ, ഒരു ആർട്സ് ഡേ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുറച്ച് ചുറ്റളവിൽ തെരഞ്ഞു നോക്കിയാൽ ഏതെങ്കിലും ഒരു കല്ലുവെട്ട് കുഴിയിൽ നിന്ന് ഒരു 10-100 മദ്യത്തിൻ്റെ ബോട്ടിലുകൾ കിട്ടാത്തതില്ല. നിങ്ങൾ പറയില്ല എന്ന്? ഇല്ലെങ്കിൽ മദ്യം കുടിച്ചു തുടങ്ങാത്ത ഒരുപാട് കുട്ടികൾ മദ്യപാനം ആരംഭിക്കുന്ന ദിവസമായി ആർട്സ് ഡേയുടെ രാത്രികൾ, ക്ലബ്ബുകളുടെ വാർഷികത്തിന്റെ രാത്രികൾ, ഗാനമേളയുടെ ആ 12 മണി സമയങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. വ്യഭിചാരത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്ന ദിവസങ്ങളായി മാറുന്നു. ഈ കഴിഞ്ഞ ഒരു കണക്ക് പ്രകാരം കേരളത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മാത്രമായി 3810 കോടി, എത്ര? 3810 കോടി രൂപയുടെ മദ്യം ചെലവഴിച്ചുവെന്നാണ്. ഇത് ഔദ്യോഗികമായ കണക്ക് മാത്രം. തമാശ എന്താണെന്നോ,
ഇതേ സാമ്പത്തിക വർഷത്തിൽ തന്നെ അരി വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചത് 2610 കോടിയാണ്. അപ്പൊ എത്ര വ്യത്യാസം? 700 കോടി രൂപ മദ്യത്തിന് അമിതമായി ചെലവഴിച്ചു. അപ്പൊ കേരളക്കാരന്റെ മുഖ്യ ആഹാരം മദ്യമോ അരിയോ? ഇന്ന് മദ്യം കഴിക്കാത്തവർ വളരെ കുറവാണ്. ഇന്ന് ക്യാമ്പസുകളിലൊക്കെ അതൊന്ന് രുചിച്ചു നോക്കാത്തെന്ന് പറഞ്ഞാൽ അവനൊരു പോയത്തക്കാരനാണ്, മോശക്കാരനാണ് അല്ലേ? ഞാൻ വെറുതെ പറയാണ്. ആദ്യം തുടക്കം ഇവിടുന്ന ശൈത്താൻ പറയും ബിയർ കുഴപ്പമില്ല, അത് മൂത്രമൊക്കെ ഒഴിഞ്ഞു പോകാൻ വളരെ നല്ലതാണ് അല്ലേ? അവിടുന്ന് തുടങ്ങുക. അത് ശൈത്താന്റെ പരിപാടിയാണ്. ഒക്കെ നല്ലതാന്നാ പറഞ്ഞു തരാ. പിന്നെ ബിയർ 4 കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ തോന്നുന്നത് മറ്റേതും കുഴപ്പമില്ല അല്ലേ? എല്ലാത്തിനും നല്ല രീതി. ഇപ്പോൾ ഒരു 4 ആൾ കൂടിയെടുത്ത് ഒരു മദ്യക്കുപ്പി പൊട്ടിച്ചിട്ട് കഴിച്ചാൽ എല്ലാവരും പറയും ഓ മോശക്കാരനാന്ന് പറയും. എന്നാൽ അതേ ആള് ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് ആ കല്യാണ സദസ്സിൽ നിന്ന് എല്ലാവരും നിൽക്കുമ്പോൾ പോക്കറ്റിൽ നിന്ന് ഒരു പൊടിയെടുത്ത് കയ്യിലേക്ക് ഇട്ട് അതിങ്ങനെ ചുരുട്ടി ഈ ചുണ്ടിൻ്റെ അടിയിൽ വെച്ചാലോ, ഹാൻഡ്സോ പാൻപരാഗോ ആ ജാതി സാധനങ്ങൾ, ഒരു കുഴപ്പമില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല അല്ലേ? ഇതാണ് ശൈത്താന്റെ പരിപാടി. യഥാർത്ഥത്തിൽ അതിൽ ലഹരി ഇല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ പഠിക്കുന്നവരല്ലേ, ചിന്തിക്കുന്നവരല്ലേ? ഇതിൽ ലഹരിയുടെ അംശമില്ലാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇതാണ് ലഹരിയുടെ രൂപം മാറി വരും. റസൂലുള്ളാഹി പറഞ്ഞു ഖിയാമത്ത് നാളാകുമ്പോ ചില ആളുകൾ എന്റെ ഉമ്മത്തിൽ നിന്ന് ചില ആളുകൾ മദ്യം കുടിക്കും, മദ്യം കുടിക്കും. പക്ഷേ അവരതിന് പേര് വിളിക്കുമെന്ന് മദ്യം പേര് പറയില്ല, വേറെ പല പേരുമാണ് പറയാൻ. അതിലെന്താ സംഭവിച്ചുകൊണ്ടിരിക്കണത്? പണ്ടൊരു സിനിമക്ക് പോകണമെങ്കിൽ എന്തൊക്കെ കടമ്പകൾ കഴിയേണ്ടിയിരുന്നു.